ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ലോഗ്സ്. നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ? അതിനു മുമ്പ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? നമ്മൾ പോകുന്നത് ഒരു നാടൻ പച്ചക്കറി കടയിലേക്കാണ്. അപ്പം നാടൻ പച്ചക്കറി കട എന്ന് പറയുമ്പോൾ വെറും ഒരു നാടൻ പച്ചക്കറി കടയല്ല കേട്ടോ. 100% വിഷരഹിതമായ പച്ചക്കറികൾ, അതായത് 100% മായമോ കലർപ്പോ ഒന്നുമില്ലാത്ത പച്ചക്കറിയും അതുപോലെ പഴവർഗ്ഗങ്ങൾ ലഭിക്കുന്ന ഒരു കടയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് എവിടെയാ തന്നെ? ഇത് തൃശ്ശൂർ ജില്ലയിലെ പാട്ടുരയ്ക്കൽ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. പാട്ടുരയ്ക്കൽ പാലം ഇറങ്ങി വരുമ്പോൾ തന്നെ വലതുവശത്തായിട്ടാണ് ഈ ഒരു കട. കടയുടെ പേരാണ് കേരള ഫാം ഫ്രഷ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഇക്കാലത്ത് ഏറ്റവും പ്രയാസമായിട്ട് ലഭിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ എൻ്റെ വ്യൂവേഴ്സ് എന്തായിരിക്കും പറയുന്നത്? വിഷരഹിതമായ പച്ചക്കറികൾ, അതായത് മായവും കലർപ്പും ഒന്നുമില്ലാത്ത പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഇക്കാലത്ത് ഏറ്റവും പ്രയാസം ലഭിക്കാൻ. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ലഭിക്കുന്ന ഒരു കലർപ്പും ഇല്ലാതെ മായവും ഇല്ലാതെ 100% നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ പൊടിയൊക്കെ ഉണ്ടാകുമായിരിക്കും എവിടെയെങ്കിലൊക്കെ, ആ പൊടി മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിക്കാൻ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ലഭിക്കുന്ന ഒരു നാടൻ പച്ചക്കറി കടയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതല്ലേ ഇപ്പൊ കിട്ടാൻ ഏറ്റവും പ്രയാസം. അപ്പൊ അങ്ങനെ ലഭിക്കുന്ന ഒരു കടയിലേക്കാണ് ഞാൻ എൻ്റെ വ്യൂവേഴ്സിനെ എല്ലാം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു നാടൻ പച്ചക്കറി കടയിലേക്കും അതേപോലെ തന്നെ സന്ധ്യാസ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്കും. അപ്പോൾ നമുക്ക് പോയാലോ? വരും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നമ്മുടെ വീഡിയോൻ്റെ തമ്പനിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇനി പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ധൈര്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ. ഒരു പേടിയും വേണ്ട. ഇതാണ് കേരള ഫാം ഫ്രഷ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കടയാണ്. ഇത് നമ്മുടെ തൃശ്ശൂരിലെ പാട്ടുരയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കടയുള്ളത്. പാട്ടുരയ്ക്കൽ പാലം ഇറങ്ങി വരുമ്പോൾ തന്നെ വലത് സൈഡിലേക്ക് തിരിയുമ്പോഴാണ് നമുക്ക് കേരള ഫാം ഫ്രഷ് എന്ന ഈ ഒരു കട കാണുവാൻ സാധിക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 3:30 മുതൽ 9:00 വരെയാണ് കട തുറന്ന് പ്രവർത്തിക്കുന്നത്. കർഷകർ നേരിട്ട് നടത്തുന്ന കട എന്നാണ് ഇതിൻ്റെ ഒരു പ്രധാന ഹെഡ്ലൈൻ തന്നെ. കണ്ടോ, കർഷകർ നേരിട്ട് നടത്തുന്ന കടയാണ്. അതുപോലെ ഇവിടെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമുക്കിവിടെ ലഭ്യമാണ്. എല്ലാം നാടൻ സാധനങ്ങളാണ് കേട്ടോ. നാടൻ പച്ചക്കറികൾ, നാടൻ പഴവർഗ്ഗങ്ങൾ, അതാണ് ഈ കടയിൽ. അത് മാത്രമേ ഉള്ളൂ ഇവിടെ. സവാള, ഉള്ളി അങ്ങനെയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. കാരണം സവാള, ഉള്ളിയൊന്നും നമ്മുടെ നാട്ടിലെ കർഷകർ ഇവർ വീടുകളിൽ കൃഷി ചെയ്യുന്നില്ലല്ലോ. പറമ്പിലൊന്നും കൃഷി ചെയ്ത് സവാള, ഉള്ളിയൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പോൾ അതൊന്നും ഇവിടെ ഇല്ല. നമ്മളുടെ വീടുകളിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അത് കർഷകർ ഇവിടെ കൊണ്ട് കൊടുക്കുന്നു. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ്, സവാള, ഉള്ളി അങ്ങനത്തെ ഒന്നും ഇവിടെ ലഭ്യമല്ല. ഇതേപോലെ നാടൻ കാര്യങ്ങൾ. ഇത് കണ്ടോ, ചെറിയ ചക്ക വന്നിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചു കേട്ടോ ഒരു ചക്ക. നല്ല മൂത്താണ്. അപ്പോൾ 2 ദിവസത്തിനകം കറക്റ്റ് ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ചക്കയുണ്ട്, അതുപോലെ നമ്മുടെ കടച്ചക്ക, പിന്നെ ഇത് കൂടാതെ ഇവിടെ കണ്ട പച്ചമാങ്ങയാണ്. ഇതൊക്കെ നാടൻ വീടുകളിൽ ഉണ്ടാവുന്ന നാടൻ കൃഷി സാധനങ്ങളാണ്. പിന്നെ തക്കാളി, നമ്മൾ ചില ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന തക്കാളികളുടെ ആ ഒരു കളറല്ല കേട്ടോ. ഈ തക്കാളി കണ്ടോ, നാടൻ തക്കാളിയാണ്, വീടുകളിൽ ഉണ്ടാവുന്ന തക്കാളി. പിന്നെ അതുപോലെ വെണ്ടയ്ക്ക, പിന്നെ പടവലങ്ങ, നമ്മുടെ അച്ചാറിടുന്ന വടകപ്പുളി, നാരങ്ങ, പിന്നെ ഇതേ സാലഡ് വെള്ളരി കണ്ടോ. സാലഡ് വെള്ളരി ഇവിടെ ലഭിക്കും കേട്ടോ. ഞാൻ വേറെ എവിടെ അങ്ങനെ ഇവിടെ കണ്ടിട്ടില്ല. വേറെ എല്ലാ സ്ഥലങ്ങളിലും ആ പച്ച കളർ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന വെള്ളരിക്കല്ല, അതാണ് കാണുന്നത്. പക്ഷേ ഇത് നല്ല സാലഡ് വെള്ളരിയാണ്. പിന്നെ ഇത് എല്ലാ പച്ചക്കറികൾ, പിന്നെ കോവയ്ക്ക അങ്ങനെയെല്ലാം ഉണ്ട്. അത് കൂടാതെ നല്ല വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണ, ഇതെല്ലാം ഇവിടെ ലഭ്യമാണ്. പിന്നെ ഇവിടെ സാലഡ് വെള്ളരി കിട്ടും കേട്ടോ. ഇത്തരം വെള്ളരിക്ക ഞാൻ വേറെ എവിടെയും ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ. വേറെ എല്ലാ സ്ഥലത്തും വിദേശത്തു നിന്നൊക്കെ നമ്മൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത് വരുന്ന പച്ചക്കളർ വെള്ളരിക്കയില്ലേ, അതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് നമ്മുടെ തനി നാടൻ വെള്ളരിക്കയാണ്, സാലഡ് വെള്ളരിക്ക. പിന്നെ കൂടാതെ എല്ലാ തരത്തിലുള്ള പഴങ്ങളും, അതായത് ഞാലിപ്പൂവൻ, പാളയംകോടൻ, റോബസ്റ്റ പഴം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുണ്ടില്ലാക്കടൻ പഴമാണ് കേട്ടോ. നാടൻ പൂവമ്പഴം ഇവിടെ ലഭിക്കും കേട്ടോ. കൊലകളാണ്, ഒരു വളവും ഒന്നും ചേർക്കാതെ കൃഷി ചെയ്തെടുക്കുന്ന നാടൻ ആയിട്ടുള്ള പഴങ്ങളാണ് ഈ കാണുന്നത്. ഇത് കണ്ടു, ഇതൊക്കെ ഞാലിപ്പൂവനാണ്. പിന്നെ ഇത് ചുണ്ടില്ലാക്കടൻ പഴം ഞാൻ ഇവിടങ്ങളിലുള്ള വേറെ ഒരു കടകളിലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നാടൻ ചീര, പച്ചച്ചീരയുണ്ട്, ചുവപ്പ് ചീരയുണ്ട്, ഇങ്ങനെയെല്ലാം. പിന്നെ ഇതേ കോവയ്ക്ക കാണാം, നാടൻ കോവയ്ക്കയാണ്. പിന്നെ ഇതേ വെണ്ടയ്ക്ക, ഞാൻ കുറച്ച് വെണ്ടയ്ക്ക, 1 കിലോ വെണ്ടയ്ക്ക വാങ്ങിച്ചു കേട്ടോ.
പിന്നെ ഇവിടെ കൂർക്കയുണ്ട് കേട്ടോ, നാടൻ കൂർക്കയുണ്ട്. ഞാൻ പച്ചക്കറികളെല്ലാം തന്നെ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അപ്പുറത്തെ പരമേശ്വരൻ്റെ പറമ്പിൽ ചേട്ടൻ കൃഷി ചെയ്ത് ചില സമയത്ത് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അപ്പുറത്തെ വീടുകളിലൊക്കെ കൊടുക്കും. അപ്പോൾ അത് വാങ്ങിക്കും. അല്ലാതെ പച്ചക്കറികൾ ഞാൻ വേറെ എങ്ങും നിന്നും വാങ്ങിക്കാറില്ല. ഒന്നില്ലെങ്കിൽ ഈ നാടൻ കടയിൽ നിന്ന്, അല്ലെങ്കിൽ പരമേശ്വരൻ്റെ പറമ്പിൽ നിന്നും. വൈകുന്നേരം 3:30 മുതൽ രാത്രി 9:30 വരെയാണ് ഇത് തുറന്ന് പ്രവർത്തിക്കുന്നത്. പച്ചക്കറികളുടെ മാത്രം നമുക്ക് ധൈര്യമായിട്ട് ഇനി പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും വാങ്ങിക്കാം. ഒരു മായവും ഇല്ലാതെ ശുദ്ധമായ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് പോന്നോളൂ തൃശ്ശൂർ ജില്ലയിലുള്ള പാട്ടുരയ്ക്കലിലെ കേരള ഫാം ഫ്രഷിലേക്ക്. നാടൻ കൊലകളാണ് കേട്ടോ കൊണ്ടുവച്ചിരിക്കുന്നത്. ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 7 മണി 8 മണിയായി, ഇരുട്ടായി. കണ്ട നാടൻ കൊലകളാണ്, എല്ലാത്തിൻ്റെയും ഉണ്ട്. പാണയംകുടനും ഞാലിപ്പൂവനും നേന്ത്രക്കായും എല്ലാം ഉണ്ട് കേട്ടോ. അതിന് നല്ല നാടൻ കൊലകൾ മീൻസ് പഴുത്ത് വരണേലും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈപ്പിൽ വാങ്ങിച്ചുകൊണ്ട് പോകാം കേട്ടോ ഒരുമിച്ച്. അപ്പോൾ പിന്നെ കുറേശ്ശല്ലേ പഴുക്കുള്ളൂ. പഴുത്തത് വാങ്ങിച്ച് ഒരുപാട് കൊണ്ട് വെക്കാൻ പറ്റിയില്ലെങ്കിലേ 2-3 പടല പഴുത്തതും പിന്നെ ഇങ്ങനത്തെ 2 പടല പച്ചയും വാങ്ങിച്ചാൽ സാവകാശം പഴുത്തോടുമല്ലോ. കണ്ടോ, ഇതെല്ലാം തനി നാടൻ നേന്ത്രക്കൊലകളാണ് ഈ തൂക്കിയിട്ടേക്കുന്നതെല്ലാം. നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ. ഇപ്പോൾ ചക്കയുടെ സീസൺ കൂടി ആയതുകൊണ്ടല്ലോ ചക്ക നല്ല അടിപൊളി വരിക്കച്ചക്കയാണ്. എന്തൊരു മണമെന്ന് പറയും ഇവിടെ നിന്നപ്പോൾ. ചക്കയുടെ മണം ഇങ്ങനെ മൂക്കിലേക്ക് അടിക്കുന്നുണ്ട്. ഞാനും വാങ്ങിച്ചുകൊണ്ടോ ചെറിയൊരു ചക്ക. പിന്നെ അത് കൂടാതെ നല്ല കടച്ചക്ക ഇവിടെ കിട്ടി കേട്ടോ. കടച്ചക്ക വറുത്തരച്ച് കറി വയ്ക്കാനൊക്കെ നല്ലത്. ഞാനിതാണ് എടുത്തത് കേട്ടോ. കാരണം ഞാൻ 2 വീലറിലാണ് വന്നത്. അപ്പോൾ എനിക്ക് വലിയ ചക്ക എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ 2 വീലറിൽ വെച്ചുകൊണ്ട് പോകാൻ പറ്റിയ കുഞ്ഞു ചക്കയാണ് എടുത്തത്. പിന്നെ അതേ പടവനിങ്ങ, വെണ്ടയ്ക്ക, അച്ചിങ്ങ, കോവയ്ക്ക, തക്കാളിയൊക്കെ കണ്ടോ. നാടൻ തക്കാളിയാണ് കേട്ടോ. നമ്മൾ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, തക്കാളിയൊക്കെ ഒരു ഭയങ്കര വലിപ്പവും ഭയങ്കര ഇത് നല്ല വീടുകളിലൊക്കെ ഉണ്ടാവുന്ന തക്കാളികളാണ്. പിന്നെ റോബസ്റ്റ പഴം, ഞാനിപ്പൂവൻ പഴം, പിന്നെ പാളയംകോടൻ പഴം. ചുണ്ടില്ലാക്കടൻ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ, ഹൈലൈറ്റാണ് ചുണ്ടില്ലാക്കടൻ. വേറെ എങ്ങും ഇവിടെ എനിക്ക് കണ്ടിട്ടില്ല ഞാൻ ചുണ്ടില്ലാക്കടൻ. തുമ്പ ഭാഗം ഇങ്ങനെ നീണ്ടിരിക്കും, നല്ല അടിപൊളിയായിട്ട് പഴുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല മധുരമുള്ള നാടൻ പൈനാപ്പിളും ഇവിടെ നമുക്ക് ലഭിക്കും. നല്ല നാടൻ പാല്, നാടൻ തൈര് എല്ലാം. പിന്നെ നാടൻ കോഴിമുട്ട എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതേ വഴുതനങ്ങ, പറിച്ചെടുത്ത ചെറിയ വഴുതനങ്ങയില്ലേ അത്. അപ്പം ഞാനിവിടെ നിന്ന് മിക്കപ്പോഴും ഈ വെണ്ടയ്ക്ക, കോവയ്ക്കൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ. പച്ചക്കറികൾ ഞാൻ മാക്സിമം ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാറുള്ളത്. ഞങ്ങളിവിടെ തൃശ്ശൂർ വന്നിട്ട് കുറച്ച് വർഷമായി, ഒരു 2-3 വർഷമായി. പക്ഷേ കുറച്ച് വൈകിയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കടയെ പറ്റി അറിഞ്ഞത് കേട്ടോ. അറിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേറെ ഒരു കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കാൻ പോയിട്ടില്ല. ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കത്തുള്ളൂ. നല്ല നാടൻ ചീരയും എല്ലാം ഉണ്ട്. ചുണ്ടില്ലാക്കടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പഴം. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ചുണ്ടില്ലാക്കടൻ പഴം അല്ലേ. ഇത് കണ്ടോ, നല്ല നാടൻ കൊല കിടക്കണ കണ്ടോ ചുണ്ടില്ലാക്കടൻ്റെ. അപ്പോൾ അതും നാടൻ ഏത്തപ്പഴമാണെങ്കിലും എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ധൈര്യമായിട്ട് പോന്നോളൂ. നാടൻ പച്ചക്കറി 100% ശുദ്ധതയോടെയുള്ളത് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് തൃശ്ശൂർ ജില്ലയിലെ പാട്ടുരയ്ക്കലിലുള്ള കേരള ഫാം ഫ്രഷ്. നല്ല തിരക്കാണ്. വൈകുന്നേരം ആയപ്പോൾ തന്നെ ആൾക്കാർ കൂടുവാണ്. ഞാനിങ്ങനെ ഒരുപാട് ആൾക്കാർ വരുമ്പം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവേണ്ട വെച്ചിട്ടാണ് ഞാൻ മൊബൈലിൽ മാറ്റി വയ്ക്കുന്നത് കേട്ടോ. കണ്ടോ, നല്ലൊരു നാടൻ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കിട്ടുന്ന ഒരു കട തന്നെയാണ്. മാങ്ങയുടെയൊക്കെ സീസൺ വന്നു കഴിഞ്ഞാൽ നല്ല നാടൻ മാങ്ങകളൊക്കെ ഇവിടെ ലഭിക്കും കേട്ടോ. ഇപ്പം തന്നെ ചക്കയുടെ സീസണാണല്ലോ. അപ്പോൾ ചക്കയാണ് കൊണ്ടുവന്നേക്കുന്നത്. എല്ലാം ഇത് വീടുകളിൽ ഉണ്ടായിരിക്കുന്ന ചക്കകളാണ് കേട്ടോ. അല്ലാതെ വലിയ ഹോൾസെയിലിങ് ലോറിക്കകത്ത് കൊണ്ടു നടക്കണം അതൊന്നുമല്ല. ഓരോരോ വീടുകളിൽ ഉണ്ടാകുന്നത് അവരുടെ 3-4 ചക്കകളൊക്കെ ഇവിടെ ഇങ്ങനെ കൊണ്ട് കൊടുക്കുവാണ്. നല്ല വരിക്കച്ചക്കയാണ്. പിന്നെ താറാമുട്ട, അതുപോലെ തന്നെ കോഴിയുടെ നല്ല നാടൻ കോഴിമുട്ട, നല്ല നാടൻ പശുവിൻ്റെ പാല്, നാടൻ തൈര്, പിന്നെന്താ വെളിച്ചെണ്ണ, ഇതെല്ലാം നമുക്കിവിടെ ലഭ്യമാണ്. പിന്നെ ഉരുളക്കിഴങ്ങ്, സവാള, വെളുത്തുള്ളി അങ്ങനെയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇഞ്ചിയുണ്ട്. ഇഞ്ചിയൊക്കെ നമ്മുടെ വീടുകളിൽ കൃഷി ചെയ്യുന്നത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. നല്ല നാടൻ കപ്പങ്ങ കിട്ടും കേട്ടോ. പച്ചക്കപ്പങ്ങയും കിട്ടും, ചിലപ്പോൾ പഴുത്ത കപ്പങ്ങയും ചില സമയത്ത് ഇവിടെ കാണാറുണ്ട്. പിന്നെ നാടൻ പിണ്ടി, ഇതെല്ലാം നമുക്കിവിടെ ലഭിക്കും. നല്ല രസമായിട്ട് ദൂരം ചീരയാൻ നോക്കിയും കണ്ടോ. ഞാൻ ചില സമയത്ത് ചീര ഞാൻ വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ, ഞങ്ങളുടെ മതിലിൻ്റെ അപ്പുറത്തുള്ള പരമേശ്വരൻ്റെ പറമ്പിൽ നിന്ന് അത് ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ. അവിടെ ചേട്ടൻ കൃഷി ചെയ്യുമ്പോൾ എനിക്ക് അപ്പുറത്തൊക്കെ വീടുകളിൽ കൊടുക്കുമ്പോൾ ഞാൻ വാങ്ങിക്കാറുണ്ട്. അത് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റി തന്നെയാണ്. പിന്നെ അതെപ്പോഴും ഉണ്ടാവില്ല, ചില സമയത്താണ് കൃഷി ചെയ്യുമ്പോൾ കിട്ടും. അങ്ങനെയുള്ളപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. അതായത് കണ്ടോ, നാടൻ താറാമുട്ട ഞാൻ വാങ്ങിച്ചപ്പോൾ 2 കൂടി ബാക്കി ഉണ്ടായാലും അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു. പിന്നെ ഞാൻ നാടൻ കോഴിമുട്ടയും കൂടിയാണ് വാങ്ങിച്ചത്. ഇതിനകത്ത് ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. ഇതുപോലെ നാടൻ പച്ചക്കറികളൊക്കെ കൊണ്ട് ഇറക്കാൻ പറ്റിയ സ്പേസ് ഉണ്ട് ഇതിനകത്ത്. കൊണ്ടുവന്ന് ഇറക്കുന്ന എല്ലാ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ പെട്ടെന്ന് തീർന്നു പോകുന്നത്. കടച്ചക്ക കണ്ടോ, നല്ല നാടൻ കടച്ചക്ക. ഇതെല്ലാമാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വിശേഷങ്ങൾ.
അപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ള എല്ലാവരുടെയും ശ്രദ്ധയ്ക്കായിട്ടാണ് ഞാനിത് പ്രത്യേകം പറയുന്നത്. നല്ല തനി നാടൻ പച്ചക്കറിയും തനി നാടൻ പഴവർഗ്ഗങ്ങളും ലഭിക്കുവാനായി ധൈര്യമായിട്ട് പോന്നോളൂ നമ്മുടെ കേരള ഫാം ഫ്രഷിലേക്ക്. നല്ല പച്ചക്കറി നല്ല പഴം എവിടെ കിട്ടും എന്നൊരു ആലോചനയേ തൃശ്ശൂർ ജില്ലയിൽ ഇല്ലാത്തവരാണെങ്കിൽ കൂടി എപ്പോഴെങ്കിലും ഈ ഭാഗത്തൂടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വന്ന് കുറച്ച് പച്ചക്കറിയും പഴവർഗ്ഗമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാം കേട്ടോ. അത്രയും നല്ല പച്ചക്കറിയും പഴവർഗ്ഗവും നമുക്ക് ലഭിക്കുമല്ലോ. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഒരു ലൈക്കും ഷെയറും വാല്യുബിൾ കമൻസും മറക്കരുത് കേട്ടോ. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ ബൈ ഫ്രണ്ട്സ്.